ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെർഫെക്റ്റ് നെയ്യപ്പം റെസിപ്പി. ആരും എന്താ പറയുക, നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക. ഏത് നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഉഷാറായങ്ങാണ്ട് സിമ്പിളായങ്ങാണ്ട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുക. 1/2 കിലോൻ്റെ അളവില്ലാട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ 1/2 കിലോ അരി വെച്ച് ചെയ്താൽ 20 നെയ്യപ്പം എന്തായാലും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 3-4 മണിക്കൂർ അരി നല്ലോണം കുതിരാൻ വെക്കുക. എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക. പിന്നെ 2 മൈസൂർ പഴം. ഇത് ഇടണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും, അത്ര തന്നെ. വെള്ളം ഒഴിക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ഒരു 1/2 കപ്പ് വെള്ളം മാത്രം. പിന്നെ 1 സ്പൂൺ നല്ല ജീരകം, 3-4 ഏലക്ക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് അടിച്ചെടുക്കുക. നല്ലോണം അരയണ്ട കേട്ടോ, കുറുന്നനെ ആവണം, നല്ലോണം വെള്ളം ഏറരുത്. അങ്ങനെ അരച്ചിങ്ങാണ്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെട്ടിത്തിളച്ച ശർക്കര വെള്ളം ചൂടോടുകൂടി അരിച്ചിങ്ങാണ്ട് മാവക്ക് ഒഴിച്ച് കൊടുക്കുക. 1/2 കിലോന് അരിക്ക് ഒരു 400 ഗ്രാം ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൈദയും ചേർക്കാനുണ്ട്. ശർക്കര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒരു 1/4 ടീസ്പൂണ് അപ്പസോഡ ഇട്ടുങ്ങാണ്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം മരിബക്കാട്ടോ അരച്ച് വെച്ചത്. പിന്നെ കിടക്കാനായപ്പോഴത്തേന് ചൂടാറും. അപ്പം നമുക്ക് ഇതൊക്കെ മൈദ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/2 കിലോ അരിക്ക് 1/2 കിലോ മൈദ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. കട്ടകളുണ്ടാവും നമ്മൾ ഈ മൈദ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ കട്ടകൾ നല്ലോണം ഉടയണം കേട്ടോ. മിക്സിങ് മസ്റ്റാണ്. അപ്പോൾ എന്തായാലും നല്ലോണം മിക്സ് ചെയ്യുക. ഞാൻ പിന്നെയും പറയാണ്, നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കിയാലേ നമ്മളെ നെയ്യപ്പം ഉഷാറായി കിട്ടുള്ളൂ. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. മൈദ ഇട്ട് കൊടുക്കുമ്പം അഥവാ മാവ് നല്ലോണം ടൈറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ദോശമാവിൻ്റെയും കാട്ടിലും പരുവത്തിലാവണം കേട്ടോ നെയ്യപ്പത്തിൻ്റെ മാവ്. ഇനിയാണ് ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഒരു കോഴിമുട്ട കേട്ടോ. അത് മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. നമ്മൾക്ക് ഈ മുട്ടൻ്റെ ചൊവയൊന്നും ഉണ്ടാവില്ല കേട്ടോ മാവ്. നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുമ്പം നെയ്യപ്പത്തിൽ തീരെ എണ്ണ കുടിക്കൂല. നമ്മൾ നെയ്യപ്പം ചുട്ട് കഴിഞ്ഞാലും എന്താ പറയുക, ആ ഓയിൽ അവിടെ തന്നെ ഉണ്ടാവും. ഓയിലാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും അത് അങ്ങനെ നല്ലോണം എന്താ പറയുക, വേണമെങ്കിൽ ഒരു നുള്ളി എള്ളിട്ട് കൊടുക്കുക കേട്ടോ, വേണമെങ്കിൽ മാത്രം. ഇത് നമ്മൾ മാവ് അരച്ച് വെച്ചൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അപ്പം തന്നെ ചുട്ട്. രാവിലെ ഒരു 20 നെയ്യപ്പത്തിനുള്ള ഓർഡർ ഉണ്ടായി. ഞാൻ 20 എണ്ണൊന്നും അങ്ങനെ ചുട്ട് കൊടുക്കലില്ല. അപ്പോൾ സുഖമില്ലാത്ത ആൾക്കാർക്ക് കഴിക്കാനാണ് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഏറ്റെടുത്തതാണ്. അപ്പോൾ ഞാൻ രാത്രി തന്നെ മാവ് അരച്ച് വെച്ചു. രാവിലെയാണ് കേട്ടോ മുട്ട കുത്തി ഒഴിച്ചത്. അപ്പം നമുക്ക് ചട്ടിയൊക്കെ അടുപ്പത്ത് വെക്കുക. അത് ചെറിയ ചട്ടിയാണ് കേട്ടോ. അത് ഓരോന്നേ ഇതിൽ ചൂടാൻ കഴിയുള്ളൂ. അപ്പോൾ 20 എണ്ണ അല്ലേ വിചാരിച്ചങ്ങാണ്ട് ഞാൻ ചെറിയ ചട്ടി വെച്ചതാണ്. അപ്പം ഇനി ചട്ടിയൊക്കെ ചൂടായാൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചട്ടിക്ക് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. താഴ്ത്തി പതുക്കെ ഒഴിച്ച് കൊടുക്കണം. വേജാറിലും ഇങ്ങോട്ട് പൊന്തിച്ചങ്ങാണ്ട് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. എന്തായാലും ഇങ്ങനെ താഴെയാണ് നമ്മൾ നെയ്യപ്പം അങ്ങനെ ഉഷാറായി വരും. അല്ലെങ്കിൽ ഇങ്ങനെ ചിറകെടുത്ത് വരും. അതേപോലെ ശർക്കര കൂടിയാലും ഇങ്ങനെ ചിറകെടുത്ത് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം.
നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ ഇതിൻ്റെ മുന്നേ ഞാൻ ഓൾറെഡി ഇട്ടിക്കണ്. അപ്പോൾ അത് വേറെ രീതിയാണ്, ഇത് വേറെ രീതി. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടു വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. ഇതിലൊന്നും ഞാൻ പറയാൻ വിട്ടു പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് അധികമായിട്ട് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നെയ്യപ്പം ചുട്ടിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ 7:30 കസ്റ്റമർ നെയ്യപ്പം കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നെയ്യപ്പമാണ് ചുട്ടെടുത്തത്. അപ്പം ഇനി നമുക്കുള്ള ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചായയും കറിയും ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണം. കറിയല്ല, അന്ന് പൂരിയും ബാജിയാണ്. അപ്പോൾ ബാജിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പം ഇനി ആ എണ്ണയിൽ തന്നെ പൂരിയും ചുട്ടെടുക്കുകയാണ്. അപ്പം എന്നാൽ ഒരു എണ്ണ മതിയല്ലോ. അങ്ങനെ പൂരി ചുട്ടെടുക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കസ്റ്റമർ വന്നിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ നെയ്യപ്പം പാക്ക് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമാക്കുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.